ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ്. ഡെയിൽ കാർണഗി. ജീവിതം എങ്ങനെ ആസ്വദിക്കാം, അതുപോലെ തന്നെ ജോലിയും എങ്ങനെ ആസ്വദിക്കാം. ജീവിതവും ജോലിയും എങ്ങനെ ആസ്വദിക്കാം എന്ന പുസ്തകം ഡെയിൽ കാർണഗിയുടെ, അമേരിക്കക്കാരനായ ഡെയിൽ കാർണഗിയുടെ ബെസ്റ്റ് സെല്ലർ പുസ്തകമാണ്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ്. ഡെയിൽ കാർണഗി. ജീവിതം എങ്ങനെ ആസ്വദിക്കാം, അതുപോലെ തന്നെ ജോലിയും എങ്ങനെ ആസ്വദിക്കാം. ജീവിതവും ജോലിയും എങ്ങനെ ആസ്വദിക്കാം എന്ന പുസ്തകം ഡെയിൽ കാർണഗിയുടെ, അമേരിക്കക്കാരനായ ഡെയിൽ കാർണഗിയുടെ ബെസ്റ്റ് സെല്ലർ പുസ്തകമാണ്. അതിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. രണ്ടാം ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് ടെൻഷൻ അകറ്റി ഉന്മേഷം നേടാൻ ചില ശീലങ്ങളാണ്. ഇതിൽ അദ്ദേഹം 4 ശീലങ്ങളാണ് ആകെ പറയുന്നത്. ഒന്നാമതായി, ഉടനടി വേണ്ടതൊടിച്ച് എല്ലാ കടലാസുകളും മേശപ്പുറത്ത് നിന്ന് ഒഴിവാക്കുക. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ജോലിയാണെങ്കിൽ, ലൈബ്രറിയാണോ അല്ലെങ്കിൽ ഏത് തരത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ മേശപ്പുറത്തുള്ള അനാവശ്യമായ കടലാസുകളെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കുക. ഉടനടി വേണ്ടതൊഴിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് ആവശ്യമുള്ളത്, വളരെ അർജന്റായി ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ച് ബാക്കി എടുത്തൊഴിവാക്കാനാണ് അദ്ദേഹം ഒരു നിർദ്ദേശമായി പറയുന്നത്. വാഷിംഗ്ടൺ DC-യിൽ കോൺഗ്രസിന്റെ ലൈബ്രറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പോപ്പിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ആ കവിതയിൽ ഒരു വരി ഇങ്ങനെയാണ്: ക്രമമാണ് സ്വർഗത്തിലെ പ്രഥമ നിയമം. അപ്പോൾ സ്വർഗത്തിൽ വരെ നിയമം ക്രമമാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുപോലെ രസകരമായ അനുഭവം പറയുന്നുണ്ട്. ന്യൂ ഓർലിയൻസ് എന്നൊരു പത്രത്തിന്റെ പ്രസാധകർ ഒരു ദിവസം പറയുകയുണ്ടായി, കഴിഞ്ഞ ദിവസം മേശ വൃത്തിയാക്കിയ സമയത്ത് 2 വർഷങ്ങളായി കാണാതെ പോയിരുന്ന ടൈപ്പ്റൈറ്റർ, മുമ്പുണ്ടായിരുന്ന ടൈപ്പ്റൈറ്റർ, അത് അദ്ദേഹത്തിന് കിട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരുപാട് കത്തുകൾക്ക് മറുപടി എഴുതാത്ത ഒരുപാട് കത്തുകൾ, റിപ്പോർട്ടുകൾ, മെമ്മോകൾ, ഇതൊക്കെ നിറഞ്ഞ മേശപ്പുറം. ഇതൊക്കെ നമ്മെ അലസതയിലേക്ക് നയിക്കും. അത് നമുക്ക് ജോലി എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡെയിൽ കാർണഗി പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ചാൾസ് ഇവാൻസ് പറഞ്ഞു, ജോലി ഭാരം കൊണ്ട് ആരും മരിക്കാറില്ല, ദുർവ്യയവും വേവലാതിയും കൊണ്ടാണ് പലരും മരിക്കുന്നത്. അതെ, അവരുടെ ശക്തിയുടെ ദുർവ്യയം. വേവലാതിയാകട്ടെ അവരുടെ ജോലികൾ ഒരിക്കലും പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ടെൻഷൻ, നമ്മുടെ ജോലി കംപ്ലീറ്റ് ആകാത്തത് കൊണ്ടാണ് നമുക്ക് അധിക സമയത്ത് ടെൻഷൻ വരുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി, അതുപോലെ മേശപ്പുറത്തുള്ള മുഴുവൻ കാര്യങ്ങളും വൃത്തിയാക്കി വെക്കുന്നത് നമുക്ക് നമ്മുടെ ജോലി ആസ്വദിക്കാൻ പറ്റും, അതിലൂടെ നമ്മുടെ ജീവിതവും ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഡെയിൽ കാർണഗിയുടെ അഭിപ്രായം. രണ്ടാമത്തത്, ജോലികൾ അവരുടെ പ്രാധാന്യത്തിനനുസരിച്ച് ചെയ്തു തീർക്കുക. പ്രയോറിറ്റൈസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യുക. സ്പീഡ് സർവീസ് കമ്പനിയുടെ സ്ഥാപകനാണ് ഹെൻറി എൽ ഡൊഹാട്ടി. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: വിലമതിക്കാനാവാത്ത ആ കഴിവുകളിൽ ഒന്ന് ചിന്തിക്കാനുള്ള കഴിവാണ്. രണ്ടാമത്തേത്, കാര്യങ്ങൾ അവയുടെ പ്രാധാന്യത്തിനനുസരിച്ച് ക്രമത്തിൽ ചെയ്തു തീർക്കാനുള്ള കഴിവ്. എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ അമേരിക്കയിൽ ഏറ്റവും വിജയിച്ച ഒരു ഇൻഷുറൻസ് വിൽപ്പനക്കാരനായ ഒരാളായിരുന്നു ഫ്രാങ്ക് ബട്ട്ഗർ. അദ്ദേഹം തലേന്ന് രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാറാണ്. രാവിലെ അതുകൊണ്ട് അദ്ദേഹം ഫ്രീ ആകും. അതുപോലെ ജോർജ് ബെർണാഡ് ഷാ പറയുന്നുണ്ട്, ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക എന്ന നിയമം കർശനമായി പാലിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു എഴുത്തുകാരനാവില്ലായിരുന്നു. പകരം അദ്ദേഹം ബാങ്ക് കാഷ്യറായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു ശീലമായി അദ്ദേഹം പറയുന്നത്, ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് അത് അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക. തീരുമാനങ്ങളൊന്നും പിന്നേക്ക് മാറ്റിവെക്കരുത്. ഡെയിൽ കാർണഗി അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി കഥ പറയുന്നു. അദ്ദേഹം USDA ഡയറക്ടർ ആയിരുന്ന സമയത്ത് ബോർഡ് മീറ്റിംഗിൽ ഒരുപാട് സമയം നടക്കും. ഓരോ മെമ്പറും ഓരോ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ഓരോ റിപ്പോർട്ടുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, ഒരു മീറ്റിംഗ് ഒരു കാര്യം മാത്രം ചർച്ച ചെയ്യുക, അതുപോലെ ആ കാര്യം കൃത്യമായി ചെയ്യുക, നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. ഈ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് നന്നായി വിജയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ ഫലം വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ആ പ്രശ്നം അദ്ദേഹം പരിഹരിക്കുകയാണ്. അതുപോലെ നാലാമത്തെ ശീലം, കാര്യങ്ങൾ ഡെലഗേഷൻ നടത്തുക. കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഡെലഗേറ്റ് ചെയ്യുക, അതുപോലെ സൂപ്പർവൈസ് ചെയ്യുക. കച്ചവടക്കാരും അതുപോലെ ഏത് ഓഫീസ് ജോലി ചെയ്യുന്നവരും പലരും കാര്യങ്ങൾ സ്വന്തം ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് റിസൾട്ട് നമുക്ക് ഇല്ലാതിരിക്കുന്നത്. നല്ല തിടുക്കം കാണിക്കുന്നു, അതുപോലെ ടെൻഷൻ കാണിക്കുന്നു, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുന്നില്ല, എല്ലാം എനിക്കറിയാം എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തി കാര്യങ്ങളൊക്കെ വൈകിപ്പിക്കുന്ന ഒരു ശീലം ഇത്തരക്കാർക്കുണ്ട്. നിങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, അതുപോലെ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം, ഷെയർ ചെയ്യാൻ പഠിക്കണം, അതുപോലെ സൂപ്പർവൈസ് ചെയ്യാൻ പഠിക്കണം. ഈ 4 ശീലങ്ങൾ, നേരത്തെ പറഞ്ഞ 4 ശീലങ്ങൾ കൂടി ആവർത്തിക്കുകയാണ്. ആവശ്യമുള്ളതൊഴിച്ച് എല്ലാ കടലാസുകളും നമ്മുടെ മേശപ്പുറത്ത് മാറ്റുക. രണ്ടാമത്തെ ശീലം, പ്രയോറിറ്റൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുക. നാലാമത്തത്, കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ഷെയർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യാൻ പഠിക്കുക. ഈ 4 ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഡെയിൽ കാർണഗി അദ്ദേഹത്തിന്റെ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്ന പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നത്. താങ്ക് യു.